ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നിങ്ങളുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഈ ആഗ്രഹങ്ങളെ എങ്ങനെ നമുക്ക് നേടിയെടുക്കാം, ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് മെയിനായിട്ട് 4 ടെക്നിക്ക് ഉണ്ട്. ഇത് ആക്ച്വലി എനിക്ക് പേഴ്സണലി റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു 4 ടെക്നിക്ക് ഒരു 6 വീക്കിലേക്ക് നിങ്ങളൊന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിലും ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങും. അപ്പോൾ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ. ഇന്ന് ഈ പറഞ്ഞ പോലെ കുറച്ച് ഞാൻ ഇച്ചിരി അലർജിക്കുണ്ട്, ഡസ്റ്റ് അലർജി ഉണ്ട്. സോ അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പം അത് കാര്യമാക്കണ്ട. ഓക്കെ ഓക്കെ, നമുക്കങ്ങനെ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മളെപ്പോഴും ഓരോ തീരുമാനങ്ങൾ എടുക്കും. ഈ തീരുമാനങ്ങൾ കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ കറക്റ്റ് ആവണം എന്നുണ്ടോ? അതായത് നമ്മൾ എടുക്കുന്ന തീരുമാനം കറക്റ്റായിട്ട് ആ രീതിയിൽ പോയാൽ മാത്രമേ ഉള്ളൂ എല്ലാം പ്രോപ്പറായിട്ട് പോകുന്നുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ ഈ തീരുമാനങ്ങൾ കൂടെ മീൻസ് അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. എന്നിരുന്നാൽ പോലും അതിനപ്പുറം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ല റിപ്പീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഒന്ന് സെറ്റ് ആവാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് തീരുമാനം എടുത്തു, ഇന്നത് ചെയ്തു, നാളെ പിന്നെയും പഴയ പടി, അങ്ങനെയായിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഈ ഒരു 4 മെത്തേഡ് നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നൈറ്റ് വിഷൻ മെത്തേഡ്. നൈറ്റ് വിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നാളത്തേക്ക് നിങ്ങൾക്കൊരു എക്സാം ഉണ്ട്, അല്ലെങ്കിൽ നാളത്തേക്ക് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, അല്ലെങ്കിൽ വാട്ടെവർ ഒരു പ്രോഗ്രാം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? തലേന്നിരുന്ന് തന്നെ പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു സെമിനാർ എടുക്കണം, ക്ലാസ്സിൽ സെമിനാർ എടുക്കണം എന്നാണെങ്കിൽ നമ്മൾ തലേന്നേ പ്രിപ്പയർ ചെയ്യും. നല്ല രീതിക്ക് അത് പറഞ്ഞു നോക്കും. വെറുതെ ആരും ഇല്ലാത്തടത്ത് കണ്ണാടി നോക്കി സംസാരിച്ച് നോക്കും, അല്ലെങ്കിൽ വെറുതെ ക്ലാസ് എടുത്ത് നോക്കും, റൂമിലിരുന്ന് ക്ലാസ് എടുത്ത് നോക്കും. ഇങ്ങനെ പല മെത്തേഡ്സ് നമ്മൾ ട്രൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ അടുത്ത ദിവസം ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പം നേരെ മറിച്ച് അങ്ങനെ ക്ലാസ് എടുക്കുന്നതും ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ ഒന്നും അറിയാതെ പിറ്റേന്ന് പോയി എടുക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് നല്ല രീതിക്കുണ്ടല്ലേ? അപ്പം അതേ രീതിയാണ് ഈ ഒരു കാര്യത്തിലും വരുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഈ നൈറ്റ് വിഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ രാത്രിയിൽ കിടക്കുമ്പം നിങ്ങൾ ഈ പറഞ്ഞ പ്രാക്ടീസ്, നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തെ നിങ്ങൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, ഈ ഒരു ഇത് അടുത്ത ദിവസത്തേക്ക് ഇത് അഫക്റ്റ് ചെയ്യും. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ ബ്രെയിൻ നമ്മുടെ പാത്ത് വേ കുറച്ചും കൂടെ ക്ലിയർ ആക്കി തരും. സോ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ എന്താ പറയുക, ക്ലാരിറ്റി ഉണ്ടാവും, നമുക്ക് കുറേ കൂടെ ഫോക്കസ് കിട്ടും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പം നമ്മൾ നാളെ ഒരു ഈ പ്രോഗ്രാമിൽ തന്നെ ഇരിക്കട്ടെ, നാളെ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്. നാളെ ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് പക്ക പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നടത്തുന്നു, അതിന് ആൾക്കാർ കൈയടിക്കുന്നു. ഈ ഒരു കാര്യത്തെ നമ്മൾ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്യാണ്. തലേന്ന് രാത്രി നമ്മൾ ഈ കാര്യം വിഷ്വലൈസ് ചെയ്യാണ്. പോട്ടെ, അതിലും ചെറിയൊരു കാര്യം ആയിക്കോട്ടെ, നാളെ എന്നെ ഓഫീസിൽ വരുമ്പം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എല്ലാവരും കൂടെ അപ്രീഷിയേറ്റ് ചെയ്യാണ് ഒരു കാര്യം നല്ലത് ചെയ്തതിന്. ഇങ്ങനത്തെ ചെറിയ ചെറിയ തോട്ട് പ്രോസസ്സ് നമ്മൾ മൈൻഡിലിട്ട് നമ്മളൊരു മൂവി കാണുന്ന പോലെ നൈറ്റ് നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യാണ്. സോ ഇത് ആക്ച്വലി ഒരു പോസിറ്റീവ് തിങ്കിങ് ഹാബിറ്റാണ്. മൈക്രോ ഹാബിറ്റൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ എന്താണോ നമുക്ക് ഈ പറഞ്ഞ പോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് നമ്മൾ പ്രിപ്പയർ ആവാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നൈറ്റിൽ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ മൈൻഡിൽ കൂടെ ഒരു മൂവി പാസ് ചെയ്യണ പോലെ നമ്മളെല്ലാം കാണുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മൂവി കാണുമ്പോൾ എന്തായിരിക്കും, നമ്മളതിലിരുന്ന് അതായിരിക്കും നമ്മുടെ മെയിൻ ഫോക്കസ്. ദെൻ അതിലെ ക്യാരക്ടേഴ്സ്, അവരുടെ ഇമോഷൻസിനോട് നമ്മളും കുറെ കൂടെ കണക്റ്റഡ് ആവും. അതേപോലെ തന്നെ നമുക്ക് നാളെ വേണ്ട, ഇപ്പോൾ ആ ഒരു പ്രോഗ്രാം ആണെങ്കിൽ ആ പ്രോഗ്രാമിന് നമ്മൾ സ്റ്റേജിൽ കയറി നിന്ന് നമ്മൾ പെർഫോം ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടേണ്ട ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷം, അതേപോലെ ചുറ്റുമുള്ളവർ ആ ഒരു പ്രോഗ്രാം കണ്ട് നമുക്ക് വേണ്ടി കൈയടിക്കുന്ന ആ ഒരു ഇതൊക്കെ കാണുമ്പോഴത്തേനും നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. എല്ലാവരും കൈയടിക്കുന്നു, നമ്മൾ സ്റ്റേജിൽ നിന്ന് തകർത്ത് പെർഫോം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരേക്കും ഇതൊക്കെ സത്യമായി വരും. ഓക്കെ, അതിനെയാണ് അത് ഈ ഒരു മൂവി മോഡ് പോലെ നമ്മൾ ഇങ്ങനെ നൈറ്റ് വിഷ്വലൈസ് ചെയ്ത് കിടക്കുകയാണ്. അതിനെയാണ് നമ്മൾ നൈറ്റ് വിഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത മെത്തേഡാണ് ദ മോർണിംഗ് ആങ്കർ. ഇനി ഇങ്ങനെ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്തിട്ട് മാത്രം കാര്യമുണ്ടോ? നമ്മൾ പ്രാക്ടീസ് ചെയ്തു, പ്രിപ്പയർ ചെയ്തു, നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേനും
നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും എന്താ ചെയ്യുക? ഫോൺ സ്ക്രോൾ ചെയ്യും. ഫോൺ സ്ക്രോൾ ചെയ്യും, ഇല്ലെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരും, കോൾസ് വരാം. അപ്പോൾ നമ്മളെപ്പോഴും എന്താ, അന്നേ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫുൾ ബിസി ആയിട്ടാണ് ഉറങ്ങുന്നത്. നമുക്ക് നമ്മുടെ ബ്രെയിൻ ഒരു റെസ്റ്റിംഗ് സ്റ്റേജിലായിരിക്കും ഉറങ്ങുന്നു കഴിയുമ്പോഴത്തേനും. ആ ഒരു റെസ്റ്റിംഗ് സ്റ്റേജിൽ നമ്മൾ പെട്ടെന്നായിരിക്കും അതിന് ഈ ഒരു ഡോപ്പമൈൻ കൊടുക്കുന്നത്. അപ്പം നമ്മൾ എത്ര ആക്റ്റീവായി അതിൽ എത്ര പ്രൊഡക്റ്റീവായി എന്ന ദിവസം ഇരിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ മൈൻഡ് പറയും ഓക്കെ എനിക്ക് ഫോൺ വേണം, ഫോണിൽ റീൽസ് ഉണ്ട്, റീൽസ് കാണണം. ഈ ഒരു രീതിയിൽ നമ്മളെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ ഒരു കാര്യത്തിന് പകരം മോർണിംഗ് ആങ്കർ, അതായത് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് സംസാരിച്ചേ. ഈ പറഞ്ഞ പോലെ സെൽഫ് ടോക്ക് തന്നെ. ഐ എം കോൺഫിഡൻറ്റ്, ഐ എം സ്ട്രോങ്, ഐ ക്യാൻ ഹാൻഡിൽ ടു ഓൾ ദ ചാലഞ്ചസ്, ഐ എം ഹാപ്പി ടുഡേ, ഐ എം ഗ്രേറ്റ്ഫുൾ ടുഡേ. ഈ ഒരു രീതിയിൽ ഒരു സെൽഫ് ടോക്ക് ഒന്ന് സംസാരിച്ചേ. ഇത് ഒരിക്കലും ഒരു തമാശയല്ല. കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് എനിക്ക് തോന്നുന്നു എനിക്കൊരു 10th CBSE എക്സാമിന് സമയത്ത് ഞങ്ങളുടെ സ്കൂളിലൊരു കരിയർ ഗൈഡൻസ് പോലത്തെ ഒരു ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആളിത് പറഞ്ഞ സമയത്ത് ഞാൻ എല്ലാം എഴുതിയെടുത്ത് ഞാൻ വീട്ടിൽ പോയി നിന്ന് കണ്ണാടിയുടെ ഫ്രണ്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഓക്കെ ഐ എം ഹാപ്പി, ഐ എം കോൺഫിഡൻറ്റ് അങ്ങനെ സംസാരിച്ചിരുന്നു. കാര്യം നോക്കിയാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്, കാര്യം എഴുതിയിട്ടാണല്ലോ പോയത്. നോക്കി വായിച്ചിട്ട് ഞാൻ ജസ്റ്റ് കണ്ണാടിൻ്റെ മുന്നിൽ പോയി ഒരു 3-4 ദിവസം ഞാൻ അടുപ്പിച്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഞാനത് വിട്ടും പോയി, അതങ്ങനെ പോയി. അതിൽ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൺസിസ്റ്റൻസി അന്ന് ഉണ്ടായില്ല. ദെൻ എഴുതി വെച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ണാടിയുടെ മുന്നിൽ പോയി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒന്നും നടക്കാൻ പോണില്ല. നമ്മൾ ഉള്ളിൽ തട്ടി അല്ലെ അതങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതിക്ക് നിന്ന് സംസാരിക്കാം. ഐ ആം ഹാപ്പി, അതായത് ഞാനിത് ഭയങ്കര സന്തോഷത്തിലാണ്, അത് ഞാൻ ഇമാജിൻ ചെയ്യാം, എനിക്കത് ഫീലിങ്സ് കിട്ടണം. ആ ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സെൽഫ് ടോക്കായിട്ട് സംസാരിച്ചിട്ടും കാര്യമുള്ളൂ. സോ ഈ ഒരു റിപ്പീറ്റഡ് സെൽഫ് ടോക്ക് വരുമ്പോഴത്തേനും നമ്മുടെ സബ് കോൺഷ്യസ് ഐഡൻറ്റിറ്റിയാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് വരുന്നത്. സോ ആ ഒരു സെൽഫ് ടോക്ക് എന്തും ആയിക്കോട്ടെ, അത് ഇപ്പം ഈ പറഞ്ഞ പോലെ രീതിക്ക് തന്നെ വേണമെന്നൊന്നുമില്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സെൽഫ് ടോക്ക് ആവാം. ആ ഒരു സെൽഫ് ടോക്ക് എങ്ങനെ ആവണം, അത് നമ്മൾ ഉള്ളിൽ തട്ടി നമ്മൾ സംസാരിക്കണം. നമുക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആവേണ്ടത് എന്നുള്ളത് രീതിക്ക് വേണം ആ ഒരു സെൽഫ് ടോക്കിനെ നമ്മൾ കാണാൻ. സോ ഇതാണ് ഈ സെക്കൻഡ് മെത്തേഡായിട്ടുള്ള മോർണിംഗ് ആങ്കർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ദ കാം റീസെറ്റ് ടെക്നിക്. കാം റീസെറ്റ് ടെക്നിക് ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട്. അതായത് നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഒരു സേഫ്റ്റി സിസ്റ്റം ഉണ്ട് നമുക്ക്. ആ സേഫ്റ്റി സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ടെൻഷനിലാണോ, നമ്മളിപ്പോൾ ഇതിലാണോ, അങ്ങനെ ആൾക്കൊരു പേടിയുണ്ട് ബ്രെയിനിന്. എന്തേലും അപകടം വരുമോ, എന്തൊക്കെയായിരിക്കും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ തലയിൽ പോവും. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെർവസ് സിസ്റ്റം എപ്പോഴും ഇങ്ങനെ ഫീൽ ചെയ്യും. ടെൻഷനാണോ ഇപ്പോൾ ഫീലിങ്സ്, ഇപ്പം ഫിയർ ആണോ, എന്താണെന്നുള്ളത് അറിയാൻ പാടില്ല. സോ ആ ഒരു ടൈമിൽ നമ്മൾ ബ്രെയിനിൻ്റെ അടുത്ത് സംസാരിക്കണം, നമ്മൾ സേഫാണ്, ഓക്കെ ആണ്. ഈ ഒരു കാര്യം എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു പ്രശ്നം വരികയാണ്. സപ്പോസ് അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴത്തേനും നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലോട്ട് കൺവേർട്ട് ആവും. ആ ഒരു സമയത്താണ് നമുക്ക് ഓവർ തിങ്കിങ്, സ്ട്രെസ്സ്, പ്രഷർ, സാഡ്നെസ്, ഫിയർ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ബ്രെയിനിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം ഓക്കെ സേഫാണ്. അതിന് പറഞ്ഞ കുറച്ച് ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ബ്രീത്തിങ് ടെക്നിക്ക് ആക്ച്വലി പ്രാക്ടീസ് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോവാം, ഓട്ടോമാറ്റിക്കലി നമുക്ക് ടെൻഷൻ ഉണ്ടാവും, അടുത്ത ഞാനാണ് കയറേണ്ടത്. സോ ആ ഒരു സമയത്ത് ഒരു 3 വട്ടം ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ഇൻഹെയിൽ എക്സെയിൽ ചെയ്യാൻ നോക്കുക. അതേപോലെ ജസ്റ്റ് ഒന്ന് ചെസ്റ്റിൽ ടച്ച് ചെയ്തിട്ട് ഓക്കെ സേഫാണ്, ഓക്കെ ആണ്, ഇത് നമ്മളോട് തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നെർവസ് സിസ്റ്റം സേഫ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബ്രെയിനിലോട്ടുള്ള ഇത് ക്ലിയർ ആവത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും എന്താണ് സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളത് അറിയില്ല. ഈ ഒരു ഫ്ലൈറ്റ് മോഡ് അല്ലെ ഫൈറ്റ് മോഡിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സ്ട്രെസ്സ് തരുന്നതിന് പകരം ചിലർക്ക് സ്ട്രെസ്സും ആങ്സൈറ്റി ഒക്കെ ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പം ആ ഒരു രീതിയിലോട്ട് പോണതിന് പകരം നമ്മളോട് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടെക്നിക്സാണ്. നമ്മൾക്ക് സേഫ്റ്റി സിസ്റ്റം നമുക്ക് തന്നെ ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ ആണ്, സേഫാണ്, ഒരു 2-3 തവണ ഒന്ന് ബ്രീത്ത് എടുത്ത് ബ്രീത്ത് വിടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല. ഒരു ചെറിയ വാക്കിന് പോകാൻ പറ്റുകയാണെങ്കിൽ, സ്ട്രെസ്സായിട്ടാണ് ഓഫീസിൽ നിന്ന് വരുന്നത്, ജസ്റ്റ് ഒരു ഈവനിങ് ഒരു വാക്ക് കുറച്ച് നേരത്തേക്ക്,
ഇതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് കാമാവാൻ. അതുപോലെ ഓരോരുത്തരുടെ രീതി വ്യത്യാസമാണ്. ചിലർക്ക് മ്യൂസിക് കേട്ടാൽ ഓക്കെ ആവും, ചിലർക്ക് പിള്ളേരുടെ കൂടെ ഇരുന്നാൽ ഓക്കെ ആവും. അങ്ങനെയൊക്കെ ഏത് മെത്തേഡാണോ നമുക്ക് ഇതാവുന്നത് ആ ഒരു രീതിയിൽ നമ്മളെ തന്നെ ഒന്ന് എന്താ പറയുക ഓക്കെ ആക്കാനുള്ള രീതികൾ ട്രൈ ചെയ്ത് നോക്കുക. ദെൻ ഫൈനൽ ഫോർത്ത് മെത്തേഡ് എന്ന് പറയുന്നത് ദ ഫ്യൂച്ചർ സെൽഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഗ്രാറ്റിറ്റ്യൂഡ് എന്തെന്നാ, നമുക്ക് കിട്ടിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നന്ദി പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഫ്യൂച്ചർ ടെൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഭാവിയിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. നല്ലൊരു ജോലി ഉണ്ടാവണം, അല്ലെ നല്ല മാർക്ക് വേണം, ഒരു ഡ്രീം ഹൗസ് ഉണ്ടാവും, അല്ലെ ഡ്രീം കാർ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്കുണ്ടാവും അല്ലേ. ആ ഒരു കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഇപ്പം കിട്ടി, ഞാൻ ആ ആഗ്രഹിച്ച വീട് ഞാൻ ഇന്ന് വെച്ചു, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വയ്ക്കുക. എഴുതി വെക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമ്മളൊരു ബുക്ക് മേടിക്കുക, ജസ്റ്റ് എന്താ താങ്ക് യു ഫോർ മൈ ഡ്രീം ഹൗസ്, താങ്ക് യു ഫോർ മൈ ഫേവറേറ്റ് കാർ, അങ്ങനെ പറഞ്ഞിട്ട്. അല്ല ഈവൻ ലൈഫ് പാർട്ട്ണർ പോലും നമ്മൾ ആഗ്രഹിച്ച, അല്ല നമുക്ക് എല്ലാവർക്കും ഒരു ഇതുണ്ടാവില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് ഫ്യൂച്ചറിൽ വേണ്ട കാര്യങ്ങളെ നമുക്കിപ്പോൾ കിട്ടി എന്ന നിലയിൽ നമ്മളൊന്ന് ചിന്തിച്ച് അതിന് നന്ദി പറയാം. ഈ ഒരു മെത്തേഡും ആക്ച്വലി ഇപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു 4 മെത്തേഡ് നിങ്ങൾക്കൊരു 6 വീക്കിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി തന്നെ മാറും. നല്ല രീതിയിലുള്ള മാറ്റങ്ങളും നിങ്ങളുടെ തടസ്സങ്ങൾ ഉണ്ടാവില്ലേ, അതായത് കുറേ കാലങ്ങളായിട്ട് ഇതെന്താ നടക്കാത്തത്, എപ്പോഴും ഇങ്ങനെ തന്നെ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും, കുറേ ബ്ലോക്കുകൾ മാറും. അപ്പം ഒന്നുകൂടെ നിങ്ങൾക്ക് ഫോക്കസ് ആവാൻ പറ്റും. അപ്പം ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു 4 മെത്തേഡ് ഒരു 6 വീക്കിലേക്ക് നിങ്ങളൊന്ന് ട്രൈ നോക്കുക. ട്രൈ ചെയ്ത് റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട. ആൻഡ് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അറിയിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.